ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിറ്റിൽ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കാർത്തിക മഹോത്സവത്തെ കുറിച്ചിട്ടാണ്. അപ്പം ഞങ്ങളുടെ വൈക്കൽ അമ്പലത്തിലെ ഉത്സവമാണ് ഇന്ന്. അപ്പോൾ നവാഹയജ്ഞവും തൃക്കാർത്തിക മഹോത്സവവും ഒരുമിച്ച് നടക്കുവാണ്. ഡിസംബർ 2 മുതൽ 13 വരെ ആയിരുന്നു ഉത്സവം. അപ്പം 13 ഉള്ള കാഴ്ചകളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴുവാൻ പോവുകയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അമ്പലം. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല തിരക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിനായിട്ട് കയറിയിട്ട് തിരിച്ചിറങ്ങി. ഇവിടുത്തെ അടിപൊളിയായിട്ടുള്ളൊരു പ്രത്യേകതയാണ് തൃക്കാർത്തിക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള വിളക്ക്. അപ്പം ഞങ്ങൾ വിളക്ക് കാണാനായിട്ട് പോവുകയാണ്. 4 കരക്കാലുകളോട് ചേർന്നിട്ടുള്ള വിളക്കാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് വിളക്ക് കണ്ടിട്ട് വരാമേ. ജാതിമത ഭേദമെന്നെ എല്ലാവരും ഒത്തുചേർന്ന് നടത്തുന്ന ഒരു അടിപൊളി ഉത്സവമാണ് ഇവിടുത്തെ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഈ കുരുത്തോല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിളക്കുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കരക്കാരോട് ചേർന്നിട്ട് ഇതുപോലുള്ള പല പല രൂപത്തിലുള്ള വിളക്കുകൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ചിലരാണെങ്കിൽ ഇതിൽ നേർച്ച ഇടുന്നവരുണ്ട്. അപ്പം ഞങ്ങൾക്ക് നേർച്ച ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. മോന് സുഖമില്ലാത്തതുകൊണ്ട് അത് പറ്റിയില്ല. ഇങ്ങനെ ഓരോ കരക്കാരുടെയും വിളക്കുകളുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയല്ലേ ഇത് കാണാൻ. അപ്പോൾ അടുത്തൊരു കരയുടെ വീഡിയോ കണ്ടിട്ട് വരാമേ. അപ്പോൾ എല്ലാ കരക്കാരെയും വിളക്കുകൾ ഞങ്ങൾ കണ്ടു. അപ്പോൾ ശേഷം എന്തായാലും അമ്പലപ്പറമ്പിൽ നിരങ്ങാതെ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അമ്പലപ്പറമ്പിലേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കാശിക്കും കണ്ണനും എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങണ്ടേ. അമ്പലത്തിൽ വന്നിട്ട് കളിപ്പാട്ടം വാങ്ങാതെ പോകുന്നത് മോശമല്ലേ. അപ്പം ഞങ്ങളിതാ ഇവിടെ കടയിൽ കയറി. കടയെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കഴിക്കാനും കുടിക്കാനും കളിക്കാനും ഒക്കെ ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ. പിന്നെ പ്രത്യേകിച്ച് ലേഡീസിന് മേക്കപ്പ് സെറ്റൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ മേക്കപ്പ് സെറ്റ് ഇല്ലാതെ ലേഡീസിന് എന്ത് കാര്യം. കണ്ടോ, ഇഷ്ടം പോലെ കുട്ടികൾക്കുള്ള വളകൾ. ഞങ്ങൾക്ക് പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് കൊതിയായിട്ട് വയ്യായിരുന്നു. അപ്പം ഞങ്ങൾ കാറും വണ്ടിയും ഒക്കെ വാങ്ങിച്ചു. കണ്ണന് ഇഷ്ടപ്പെട്ടത് ഒരു മോതിരമാണ് കേട്ടോ. അവൻ ആ മോതിരമാണ് എടുത്തത്. മോതിരം കാണിക്കുന്നത് കേട്ടോ അവന്. അപ്പം ഞങ്ങൾ ശേഷം വണ്ടിക്കകത്ത് നിൽക്കുകയാണ്. ഏതെങ്കിലും ഓട്ടോ കിട്ടിയാൽ പോകാമെന്ന് പറഞ്ഞിട്ട് അനിയത്തിയുടെ വീട്ടുകാർ കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കാർത്തികയായിട്ട് കാർത്തികപ്പുഴുക്കില്ലാതെ എന്ത് കാര്യം. അങ്ങനെ കാർത്തികപ്പുഴുക്ക് ചേനയും ചീനിയും കാച്ചിലും ചേമ്പും ഒപ്പം അവർ വന്നപ്പോഴേക്കും കുറച്ച് വാഴക്കപ്പവും പരിപ്പോടെയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പം എല്ലാം കൂടി ഇരുന്നിട്ട് കഴിച്ചു കേട്ടോ. എല്ലാവരും കൂടി ഇരുന്നപ്പോൾ അടിപൊളിയായിരുന്നേ. കാർത്തികപ്പുഴുക്കൊക്കെ ഞങ്ങൾ ഒറ്റയടിക്ക് തീർത്തു. കണ്ണനാണെങ്കിൽ 1-2 വാഴക്കപ്പ കത്താക്കി. കാശിക്ക് വാഴക്കപ്പ ഇഷ്ടപ്പെട്ടില്ല, ചേന പുഴുങ്ങിയതാണ് ഇഷ്ടപ്പെട്ടത്. ഇത്ര കൊടുത്തിട്ട് അവൻ കഴിച്ചില്ല. ചേന നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഇരിയും കുട്ടിയിട്ടാണ് അവൻ കഴിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒപ്പം സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്തേക്കണേ കേട്ടോ. ടാറ്റാ.